ഹലോ ഗൈസ്, നമ്മളിന്ന് സംസാരിക്കുന്നത് KSU യൂണിവേഴ്സിനെ കുറിച്ചാണ്. അതായത് കുണ്ടന്നൂർ സ്ട്രീമാറ്റിക് യൂണിവേഴ്സിനെ കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കുന്നത്. അതായത് നമ്മുടെ MRC തൊപ്പിയും MRC ഷമീറിനെ കുറിച്ചാണ് ബേസിക്കലി ഇന്നത്തെ ടോപ്പിക്. അതായത് MRC തൊപ്പിയും MRC ഷമീറും ബൈസെക്ഷലും അന്ന് കൺഫേം ചെയ്തിരിക്കുകയാണ്. പറഞ്ഞിരിക്കുന്നത് മറ്റാരുമല്ല, നമ്മുടെ ഫസ്മിനെയാണ്. അത് തൊപ്പിയുടെ എക്സ് ഗേൾ ഫ്രണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചുമ്മാ വോയിസ് നോട്ടോ കാര്യങ്ങളൊന്നുമല്ല, ശരിക്കും പറഞ്ഞാൽ കണ്ണാലെ കണ്ട കാര്യമാണ് ഫസ്മിനെ പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ സാധനം പൊക്കിക്കൊണ്ട് വന്നത് അത് ലൈഫ് ഓഫ് അനന്തു എന്ന് പറഞ്ഞ യൂട്യൂബറാണ് ശരിക്കും പറഞ്ഞാൽ പൊക്കിക്കൊണ്ട് വന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ ഓഡിയോ ക്ലിപ്പ് പുള്ളിക്കാരന് നേരത്തെ കിട്ടിയതായിരുന്നു. ഫസ്മിനെയും പുള്ളിക്കാരനുമായിട്ട് സംസാരിക്കുന്ന ഒരു ഓഡിയോ ക്ലിപ്പാണ്. ഇത് നേരത്തെ ഈ പുള്ളിക്കാരന് കിട്ടിയതെന്ന്, പക്ഷേ പുള്ളിക്കാരൻ അത് നേരത്തെ ഇടാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷമീറിനെ വെറുതെ നാണം കെടുത്തിട്ടുണ്ടല്ലോ എന്ന് എഴുതി ഇടാത്തതായിരുന്നു. പക്ഷേ കഴിഞ്ഞ കുറച്ച് 2-3 ദിവസം മുന്നേ കിക്ക് എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോമിൽ ഈ ഷമീർ ലൈവ് വരികയും അതായത് ഈ ലൈഫ് ഓഫ് അനന്തുവിനെ കുറിച്ച് വളരെ മോശമായിട്ട് പറയുകയും ചെയ്തു. അത് കണ്ട് അതിനുശേഷം പുള്ളിക്കാരൻ ഒരു സ്ട്രൈക്കും കൊടുത്തു, അനന്തുവിന് സ്ട്രൈക്കും കൊടുത്തു, ഒരു വീഡിയോ ചെയ്യുന്ന സ്ട്രൈക്കും കൊടുത്തു. ഇതെല്ലാം കൂടെ കണ്ടപ്പോഴത്തേക്കും പുള്ളിക്കാരൻ നല്ല രീതിയിൽ പൊളിഞ്ഞു. പുള്ളിക്കാരൻ ഇതെല്ലാം കൂടെ ചകഞ്ഞ് ഫുൾ എവിഡൻസോടെ വന്നിട്ട് അങ്ങോട്ട് പബ്ലിഷ് ചെയ്തു. ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഷമീർ 8 നിലയിൽ മുഞ്ചിരിക്കുകയാണ്. പിന്നെ ഷമീർ വേറൊരു കാര്യം കൂടെ പറയുന്നുണ്ട്, സീക്രട്ട് ഏജൻറ്റിൻ്റെ കാര്യം കൂടെ വരുന്നുണ്ട്. അത് സീക്രട്ട് ഏജൻറ്റിന് ഇതേപോലെ ചൊറിയാൻ നിന്നായിരുന്നു. അത് സീക്രട്ട് ഏജൻറ്റിന് നല്ല രീതിയിൽ ഫീലായി. ഇപ്പോൾ പുള്ളിക്കാരൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരൻ ഇവർ കുറേ കാര്യങ്ങളൊക്കെ ചെയ്യുമെന്ന് പറഞ്ഞില്ല, അതായത് ടെസ്റ്റുകൾ കുറേ ചെയ്യുമെന്ന് പറഞ്ഞില്ല. അതൊക്കെ ഞങ്ങൾ പ്യുവർ ക്ലീൻ ആണ്, ഡ്രഗ് ടെസ്റ്റ് ഒക്കെ ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് കുറേ കാര്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്നല്ലോ. അതൊക്കെ ജെന്യൂൻ ആണെന്ന് അറിയാൻ വേണ്ടി സീക്രട്ട് ഏജൻറ്റ് രീതിയിൽ അന്വേഷിച്ചപ്പോഴത്തേക്കും സീക്രട്ട് ഏജൻറ്റ് മനസ്സിലാക്കി അതായത് ഇവന്മാർ ചെയ്ത ഉടായ്പാണ്. ആ സർട്ടിഫിക്കറ്റിൽ വരെ ഇവന്മാർ ഉടായ്പ് കാണിച്ചിട്ടുണ്ടെന്ന് സീക്രട്ട് ഏജൻറ്റ് മനസ്സിലാക്കി. അങ്ങനെ വലിച്ചു കയറിയ ഒരു വീഡിയോ സീക്രട്ട് ഏജൻറ്റ് ഇവരെക്കുറിച്ച് ചെയ്തിട്ടുണ്ട്. അത് ഭയങ്കര വൈറലായിരുന്നു. അതിനുശേഷം വേറെ കുറേ കാര്യങ്ങളുണ്ട്, ഇവന്മാരുടെ പേഴ്സണൽ ലൈഫിൽ നടന്ന വേറെ കുറേ കാര്യങ്ങളുണ്ട്. അതും സീക്രട്ട് ഏജൻറ്റ് പറഞ്ഞു എൻ്റെ കയ്യിലുണ്ട്, അത് ഞാൻ വിടാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫ് തൊലഞ്ഞു പോകണ്ടല്ലോ എന്ന് കേട്ടാണ് ഞാനത് പറയാത്തതെന്ന് വെച്ചാൽ ഇനിയും എന്നെ ചൊറിയാൻ നിന്ന് കഴിഞ്ഞാൽ ഞാൻ അത് പറയുമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഷമീർ പേടിച്ചു. ഷമീറും സീക്രട്ട് ഏജൻറ്റും കൂടെ കോംപ്രമൈസ് ആക്കി. ഇപ്പോൾ ലൈഫ് ഓഫ് അനന്തുവിനെ കയറി ചൊറിഞ്ഞപ്പോഴത്തേക്കും പുള്ളിക്കാരൻ്റെ വകയും ഒരു കൊട്ട് കൊടുത്തിട്ടുണ്ട്. എന്തായാലും നമുക്ക് ആ വീഡിയോ ഫസ്റ്റ് ഒന്ന് കാണാം. സീക്രട്ട് ഏജന്റ് അനന്തുവിന്റെ വീഡിയോ കണ്ടോ, ഫസ്മിനെ കൂടെ എല്ലാം പറഞ്ഞു. ഓക്കെ മോനെ, ഫസ്മിനെ വന്ന് പറയട്ടെ. ഈ സീക്രട്ട് ഏജന്റ് ഞാൻ പറയുന്നില്ല, ഈ കണ്ട മറ്റേ വാണുണ്ടല്ലോ അനന്തു വാണം, ഇവനെല്ലാം പറയുന്നത് കേട്ട് വിശ്വസിക്കാൻ നിൽക്കല്ലേ. ഇവനെല്ലാം പൈസക്ക് യൂട്യൂബിൽ വീഡിയോ ഇടുന്നതാ. അത് മന്ന വെച്ച് വീഡിയോ ഇട്ടാൽ ഓന് ഗുണമുണ്ടാകും, അതുകൊണ്ട് ഓൻ വീഡിയോ ഇടും. പറയുന്ന പറ്റിയ ആളാണ് ഷമീർ എന്ന് പറഞ്ഞാൽ, അത് വിശ്വസിക്കാൻ പറ്റുന്ന ഒരാളാണ്. അതായത് തൊപ്പി എന്ന് പറഞ്ഞ ഒരാൾ പൊക്കിക്കൊണ്ട് വന്ന ഒരാളാണ് ഷമീർ. എന്നിട്ട് അവനിട്ട് പണി കൊടുത്തിട്ട് ഇപ്പോൾ വേറൊരു സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമിൽ കിടന്നിട്ട് നല്ല രീതിയിൽ നല്ല വർത്താനം പറയുന്നത് നല്ല വിശ്വസിക്കാൻ പറ്റുന്ന ഒരാൾ തന്നെയാണ്. കൊള്ളാം. എന്തായാലും ഫസ്മിനെ കൊണ്ടുവരൂ എന്ന് പറഞ്ഞ് ഷമീർ കുറേ വട്ടം ബലം പിടിക്കുന്നുണ്ടായിരുന്നു. എന്തായാലും ഫസ്മിനെ കൊണ്ടുവന്ന് ആ ഓഡിയോ ക്ലിപ്പ് എന്തായാലും നമുക്കൊന്ന് കാണാം. വന്നിട്ട് പറയുന്നുണ്ടല്ലോ അവിടെ നടക്കുന്ന പുറത്തു പറയാൻ പറ്റാത്ത കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. എനിക്ക് തോന്നുന്നു പുള്ളി ബൈസെക്ഷൽ ആണ്. തൊപ്പിയോ? തൊപ്പി ഈ ഷിബി എന്റെ എക്സ് മറ്റേ ഹസ്ബൻഡ് ലല്ലുവിന്റെ വായിന്ന് ഒരു വട്ടം പറയുന്നില്ലേ ഷിബിലി അല്ല തൊപ്പി പറഞ്ഞിട്ടുണ്ടെന്ന്. അതുള്ള കാര്യോ? നീ കണ്ടിട്ടുണ്ടോ? ഞാൻ പുള്ളിനെയും ഷമീറിനെയും ഞാൻ അങ്ങനെ കണ്ടിട്ടുണ്ട്. സീരിയസ്ലി എന്റെ ഉമ്മ യെസ്, എൻ്റെ ഉമ്മ സത്യം ഷമീറിനെയും തൊപ്പിനെയും നേരിട്ട് കണ്ടിട്ടുണ്ട്. വാവ്. അതായത് ഇവരുടെ സെറ്റ് ഓഫ് ഓഡിയൻസ് 18 ബിലോ ഉള്ള ആൾക്കാരാണ് ഒരു മെജോറിറ്റിയും. അവർക്ക് കാണാൻ പറ്റിയ കാര്യങ്ങൾ തന്നെയാണ്. പിന്നെ ഫസ്മിനെയും തൊപ്പിയും തമ്മിൽ ബ്രേക്കപ്പ് ആവാനുള്ള ഒരു മെയിൻ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ തൊപ്പി ബൈസെക്ഷൽ ആണെന്നുള്ള കാര്യം തന്നെയാണ്. അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് കുറേ പേര് ഫസ്മിനെ കുറേ പേര് സൈബർ ബുള്ളിയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പൈസയ്ക്ക് വേണ്ടി അവൻ്റെ ഫെയിം ഉപയോഗിച്ചിട്ടതിന് ശേഷം ഫസ്മിനെ അവനെ ചതിച്ചു എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഇത് വന്നിട്ടുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ കുറേ കാര്യങ്ങളൊക്കെ എടുത്ത് വായിച്ച് നോക്കുമ്പോഴത്തേക്കും ഫസ്മിനെ പറയുന്നതിൽ കുറേ കാര്യങ്ങളുണ്ട്. അതായത് ഈ പുള്ളിക്കാരൻ ബൈസെക്ഷൽ ആയിരുന്നു. അത് ഈ പുള്ളിക്കാരി അറിഞ്ഞപ്പോഴത്തേക്ക് നൈസായിട്ട് വിട്ടിട്ട് പോയി. അത് ഈ ലല്ലു എന്ന് പറഞ്ഞ പുള്ളിക്കാരൻ, അത് ഫസ്മിൻ്റെ എക്സ് ഹസ്ബൻഡ്, അത് പുള്ളിക്കാരൻ ഇതേപോലെ ഒരു ഇൻ്റർവ്യൂവിൽ വന്ന് പറയുന്നുണ്ടായിരുന്നു. അതായത് തൊപ്പി ഇവളും ബ്രേക്കപ്പ് ആവാനുള്ള മെയിൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ തൊപ്പി ബൈസെക്ഷൽ ആണെന്ന് പറയുന്ന ഒരു ഇൻ്റർവ്യൂവിൻ്റെ ക്ലിപ്പ് ഉണ്ടായിരുന്നു. ആ ക്ലിപ്പും കൂടെ ഞാൻ കാണിച്ചു തരാം. റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തൊപ്പിയുടെ കൂടെ നടക്കുന്ന ആളുംപാട് തൊപ്പി ബൈസെക്ഷൽ ആയിട്ടല്ലോ. ഇനി ബാക്കിയും കേൾക്കാം. പുള്ളിനെയും ഷമീറിനെയും ഞാൻ കണ്ടിട്ടുണ്ട്. സീരിയസ്ലി എന്റെ ഉമ്മ സത്യം ഞാൻ എന്റെ കണ്ണാലെ കണ്ടിട്ടുള്ള കാര്യം. ഞാൻ ഇറങ്ങി കിടക്കുമ്പോൾ ഇവര് കിച്ചണില് ഞാൻ ആ ഇതിൽ കണ്ടു. അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞു അത് ഡ്രഗ് ഉപയോഗിച്ച് അങ്ങനെ പറ്റിപ്പോയതാണ്, അങ്ങനെ ഒരിക്കലും സംഭവിക്കത്തില്ല, ഉപയോഗിച്ചാൽ നമുക്ക് നമ്മളല്ലാണ്ടായി പോവും അങ്ങനെ. എന്നിട്ട് സ്ട്രീമിൽ എന്തൊക്കെയാണ് ഇവന്മാർ പറയുന്നത്? അതായത് ഇവന്മാർ ഇതൊന്നും ഉപയോഗിക്കത്തില്ല, ഇവന്മാർ വളരെ ക്ലീനാണ്, സിഗരറ്റ് പോലും വലിക്കത്തില്ല, അതെല്ലാം ഹറാമാണെന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന ആൾക്കാരാണ്. അതായത് ഇതൊക്കെ വലിച്ചു കയറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആണെന്നോ പെണ്ണെന്നോ ഒന്നുമില്ല, അമ്മയോ പെങ്ങളോ ഒന്നുമില്ല, ആരെ കിട്ടിയാലും ഈ പരിപാടി തന്നെ. എന്ത് പറയാനാ, അത് പറ്റിയ ആൾക്കാർ അങ്ങനെ പറ്റിപ്പോയതാണ്, അങ്ങനെ ഒരിക്കലും സംഭവിക്കത്തില്ല, നമുക്ക് നമ്മളല്ലാണ്ടായി പോവും, അങ്ങനെ മാറിപ്പോയതാണ് എന്തൊക്കെയോ പറഞ്ഞ് എന്നെ വിശ്വസിപ്പിച്ചു. പക്ഷെ എനിക്ക് പിന്നീട് അവരെ ഡൗട്ടായിരുന്നു. പിന്നീട് അവർ എന്ത് കാണിക്കുമ്പോൾ എനിക്ക് ഡൗട്ടായി തുടങ്ങി. ഒരു വട്ടം ചൂടുവെള്ളത്തിൽ വീണ പൂച്ച പിന്നെയും പച്ചവെള്ളം കണ്ടാൽ പേടിക്കും എന്ന് പറയുന്നതിൻ്റെ ഒരു എക്സാമ്പിളാണിത്.
ശരിക്കും പറഞ്ഞാൽ ഫസ്മിന് പറഞ്ഞ കാര്യമില്ലേ, അതായത് ആദ്യം കണ്ണാലെ കണ്ടൊരു കാര്യം യുവമാർ ഇത് അടിച്ചതിന് ശേഷം ഇതേപോലെ കാട്ടിക്കൂട്ടുന്ന കാട്ടായങ്ങൾ കണ്ടതിന് ശേഷം പിന്നെ യുവമാർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കെട്ടിപ്പിടിക്കുമ്പോഴത്തേക്കും ആർക്കായാലും സംശയം തോന്നിപ്പോവും. അതിന് ഈ പെണ്ണിനെ കുറ്റം പറഞ്ഞ കാര്യമില്ല, ആരായാലും സംശയം തോന്നിപ്പോവും. പിന്നെ ഈ മറ്റേ കഴിഞ്ഞ വട്ടം ഷമീറിൻ്റെ ഒരു വീഡിയോ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു, നിങ്ങളെല്ലാം കണ്ട കുലുക്കി സർവത്ത് അടിക്കുന്ന ഒരു വീഡിയോ. ആ കുലുക്കി സർവത്ത് അടിക്കുന്ന വീഡിയോ മമ്മൂ സൈഡിൽ കിടപ്പുണ്ടായിരുന്നു. പിന്നെ അത് വീഡിയോ എടുത്തത് തൊപ്പിയാണ്. അതെന്തിനാ തൊപ്പി ആ വീഡിയോ എടുത്ത് വെച്ചത്? ആരെ കാണിക്കാനാണെന്ന് എനിക്കറിയാൻ പാടില്ല. പിന്നെ ഇവന്മാർ പറയുന്നുണ്ട് ബാച്ചുലേഴ്സ് ആണെങ്കിൽ നമ്മൾ അങ്ങനെയൊക്കെ ചെയ്യും എന്നൊക്കെ പറയും. ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് അങ്ങനെയൊക്കെ കാണിക്കുന്നത് കാണുന്നത്. ഷമീർ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, നീ ഊഹിക്കുന്നതിലും കൂടുതലാ ഫസി ഇവിടെ നടക്കുന്ന ഈ വീട്ടില് എന്നൊക്കെ എൻ്റെ അടുത്ത് ആ ടൈമിൽ പറയാം. ഞാൻ ബ്രേക്കപ്പ് ആയി കഴിഞ്ഞാൽ അന്വേഷിക്കുമ്പോൾ എൻ്റെ അടുത്ത് പറയായിരുന്നു, നീ പോയത് നന്നായി, ഇവനിവിടെ കയറ്റാത്ത പെൺപിള്ളേരില്ല, ഭയങ്കര സീനാന്നൊക്കെ പറഞ്ഞ് എന്നെ വീഡിയോ കോളിൽ ഇങ്ങനെ കാണിച്ചൊക്കെ തരുമായിരുന്നു. അപ്പം ഷമീർ ലൈക്ക് അവരെല്ലാവരും അങ്ങനെയായിരുന്നു ആ ടൈമിൽ, ഷമീറും അങ്ങനെയായിരുന്നു. ഓഹോ, ഇല്ല ഇവന്മാർ ഇത്രയും നാൾ ഈ പൈസ ഒന്നും കൊടുക്കാതെ അവിടെ നിൽക്കാനുള്ള ഒരു മോട്ടീവ് വേണമല്ലോ, അവിടെ നിൽക്കാൻ വേണ്ടിയിട്ട്. മോട്ടീവ് എന്ന് വെച്ചാൽ ആ ടൈമിൽ എനിക്ക് മനസ്സിലായത് അവിടെ ഗേൾസിനെ കിട്ടും, മനസ്സിലായോ? ഇപ്പൊ മമ്മൂന്നൊക്കെ വെച്ചാൽ മമ്മൂനൊക്കെ ഗേൾസിനെ ആദ്യമായിട്ട് കാണുന്ന പോലെയാ, പെൺപിള്ളേരൊന്നും കണ്ടിട്ടില്ല നിൽക്കുന്ന സ്ഥലത്ത്. അപ്പം അങ്ങനെ ആ ഒരു എക്സ്പോഷർ. മമ്മൂൻ്റെ ഈ കാര്യം ഫസ്മിന പറഞ്ഞത് 100% ഞാനും യോജിക്കുന്നു. എന്ന് വെച്ചാൽ വിശ്വസിക്കാൻ പറ്റുന്ന കാര്യം തന്നെയാണ്. എന്ന് വെച്ചാൽ മമ്മൂൻ്റെ പണ്ടത്തെ ഒരു ഇൻ്റർവ്യൂ ഉണ്ട്, അതായത് കുളിമുറിയിൽ എത്തി നോക്കുന്നു, ഞാൻ നാട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ പെണ്ണുങ്ങളുടെ കുളിമുറിയിലൊക്കെ എത്തി നോക്കുന്ന കാര്യങ്ങളൊക്കെ മമ്മൂ പറയുന്നുണ്ടായിരുന്നു. പിന്നെ റീസെൻ്റ്ലി നടന്ന മറ്റേ ക്യാബിൻ ക്രൂ ആയിട്ട് നടന്ന പ്രശ്നം, അതായത് ചായ അതേ ഇവന് ഈ ചെറുക്കൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചെറുക്കന് അമ്മ ഏതാ പെങ്ങളേതാന്ന് തിരിച്ചറിയത് ആ ഒരു ഇതില്ല. ഇവന്മാരുടെ കൂട്ടത്തിൽ കല്ലും അടിച്ചും ഇതും അടിച്ച് കണ്ണിക്കട സാധനങ്ങളൊക്കെ അടിച്ചിട്ട് ഏതെങ്കിലും ഒരു പെണ്ണെ കണ്ട ഭയങ്കരമായിട്ട് ആ രീതിയിലാണ് കാണുന്നത്. പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ തൊപ്പി പിന്നെ ഇവനെ സപ്പോർട്ട് ചെയ്ത് ഭയങ്കരമായിട്ട് വരുന്നുണ്ട്. അതായത് തൊപ്പി ഇവൻ എന്ത് ചെയ്താലും പിന്നെ അന്നത്തെ കാര്യത്തിൽ ആ ഇൻ്റർവ്യൂ കഴിഞ്ഞതിന് ശേഷം ഭയങ്കരമായിട്ട് വഴക്കൊക്കെ പറയുന്ന പോലത്തെ ഇതൊരു സ്ട്രീം ഉണ്ടായിരുന്നു. അതിനുശേഷം അവൻ കടന്ന് കരയുന്നു, ഇനി നിന്നെ സ്ട്രീമിൽ കേട്ടത്തില്ലെന്ന് പറഞ്ഞിട്ട് എന്നിട്ട് ബാക്കിൽ പോയിട്ട് അവൻ കടന്ന് ചിരിക്കുന്നു. 2-3 ദിവസം രണ്ടാഴ്ച സ്ട്രീമിലില്ലായിരുന്നു. അതിനുശേഷം പിന്നെയും കൊണ്ടുവന്നു. അപ്പോൾ തൊപ്പിയൊക്കെ അറിഞ്ഞുകൊണ്ടാണ് ഇത് നടക്കുന്നത്. ഇവരുടെ ഒരു സ്ക്രിപ്റ്റാണത്. പക്ഷെ ഇപ്പോൾ വന്ന് കളി കാര്യമായി. ആദ്യമായിട്ട് കാണുന്ന പോലെയാ, പെൺപിള്ളേരൊന്നും കണ്ടിട്ടില്ല നിൽക്കുന്ന സ്ഥലത്ത്. അപ്പം അങ്ങനെ ആ ഒരു എക്സ്പോഷർ കിട്ടിയോണ്ടായിരിക്കും ഇത്ര നാളും ഒരാളും തിരിച്ചറിയാണ്ട് നിന്നിട്ട് പെട്ടെന്ന് ഒരു സ്ഥലത്ത് വന്നിട്ട് ഇത്ര ആൾക്കാരെ റെക്കഗ്നൈസ് ചെയ്യുന്നു. അപ്പൊ എന്തെങ്കിലും കിട്ടുമായിരിക്കും എന്ന് വിചാരിച്ച് നിന്നതായിരിക്കും. ഇവന്മാർക്ക് എല്ലാവർക്കും ഈ പെണ്ണുങ്ങളെ എന്തോ കൊണ്ടുവരിക പരിപാടി നടത്തുക അതുണ്ടായിരുന്നോ? ഷമീറിനും നിഹാദിന്റെ ഇടയിൽ അങ്ങനെ കുറെ വട്ടം തല്ലുണ്ടായിട്ടുണ്ട്. അതായത് ഷമീർ കൊണ്ടുവരുന്ന പെണ്ണായിട്ട് നിഹാദ് ഇതാക്കി എന്നൊക്കെ പറഞ്ഞ് അങ്ങനത്തെ കുറെ സീൻ വന്നിട്ടുണ്ട്. അതിന്റെ ഇടയിൽ അവർ അങ്ങനെ തല്ലായി എന്നെ രണ്ടുപേരും വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഇവന്മാർക്ക് പൈസ ഒഴിച്ച് ബാക്കി എല്ലാം അവിടെ കിട്ടുന്നുണ്ട്. പൈസ കിട്ടുന്നില്ല. ഈ തല്ലുന്ന ദിവസമൊക്കെ ഇവൻ ദേഷ്യം വന്ന ആര് വേണേ തല്ലും. ഇപ്പൊ എന്നെ തന്നെ കുറെ തല്ലിയിട്ടുണ്ട്. പക്ഷെ ഷമീറിനെ ഒന്നും ചെയ്തില്ല. ഷമീറായിട്ട് ലൈക്ക് അവര് തമ്മിലൊരു അതാണ് ഞാൻ ഞെട്ടിയത്. ഷമീർ ഇതൊന്നും പറയണമെങ്കിൽ ബിക്കോസ് അവന്റെ എല്ലാ തെണ്ടിത്തരത്തിനും കൂട്ടിരിക്കുന്ന ഒരാളാ. അപ്പം ഏകദേശം ഒരേപോലെ നിൽക്കുന്ന ആൾക്കാരാ. അപ്പൊ അതാണ് എനിക്കൊരിത്. യെസ്, കേട്ടല്ലോ. അതായത് ഇവർക്ക് അവിടെ നിൽക്കുന്നതിൽ ആ കൂടെ വലിയൊരു പ്രയോജനം വെച്ച് കഴിഞ്ഞാൽ അൺലിമിറ്റഡ് ഫുഡ്, അൺലിമിറ്റഡ് മറ്റേ സാധനം, പിന്നെ അൺലിമിറ്റഡ് ഗേൾസ്. കൊള്ളാം. പിന്നെ ആരാ പോകുന്നത്? 2 വർഷം ഇതാ. അപ്പോൾ യുവമാർ ഇപ്പോൾ സ്ട്രീമിൽ വന്ന് പറയുന്ന കാര്യമാണെന്ന് തോന്നുന്നു. അതായത് യുവമാർ ഈ ഷമീറൊക്കെ പറയുന്നു ഞങ്ങൾക്ക് 5 പൈസ തന്നിട്ടില്ല എന്നൊക്കെ പറയുന്നതിലൊരു പോയിന്റ് ഉണ്ടാവും. ചിലപ്പോൾ പൈസ കൊടുത്തിട്ടുണ്ടാവില്ല. പക്ഷേ ഇതൊക്കെ ഒരു സൈഡിൽ നിന്ന് കൊടുക്കുന്നുണ്ടായിരിക്കും. അതായത് മറ്റേ വിജയുടെ ഒരു പടത്തിലുള്ള JD പറയത്തില്ലേ, ഈ സരക്ക് നിൽക്കാമോ വരണമെന്ന് പറയത്തില്ലേ, അതേപോലത്തെ പരിപാടിയാണെന്ന് തോന്നുന്നു ഇവിടെ. എന്ത് പറയാനാ? പിന്നെ തൊപ്പി ശരിക്കും പറഞ്ഞാൽ ഇവർക്കൊന്നും ചെയ്ത് കൊടുത്തില്ല എന്ന് എനിക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല. എന്ന് വെച്ചാൽ തൊപ്പി എന്ന് പറഞ്ഞൊരു പേര് യൂസ് ചെയ്തിട്ടാണ് ഷമീർ ഇപ്പോൾ നിൽക്കുന്നത്. അത് ഷമീർ എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരൻ ഇപ്പോൾ ഇത്രയും വളർത്താനുള്ളൊരു കാരണം എന്ന് വെച്ചാൽ തൊപ്പി എന്ന് പറഞ്ഞ പുള്ളിക്കാരനാണ് ഇവനെ വളർത്തിക്കൊണ്ട് വന്നത്. അതായത് ഇവന് സ്ട്രീം ഇട്ട് കൊടുക്കുന്നു, ഇവനെ സ്ട്രീം ചെയ്യാനായിട്ട് ഭയങ്കരമായിട്ട് ഫോഴ്സ് ചെയ്യിപ്പിക്കുന്നു, ഇവന് മടി പിടിച്ച് കിടക്കുമ്പോഴത്തേക്കും ഷമീറിൻ്റെ സ്ട്രീമിൽ കയറും, അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇപ്പോഴല്ലേ കാര്യങ്ങളുടെ കിടപ്പ് മനസ്സിലായത്. എത്തിക്സ് ഉള്ള മുനുവിന് മാത്രമേ ഉള്ളൂ. മുനു ഗേൾസ് ആയിട്ട് ഒരു ഇടപാടില്ല, ഡ്രഗ്സിന്റെ ഒരു ഇതുമില്ല, സിഗരറ്റ് പോലും വലിക്കത്തില്ല. അതുകൊണ്ടാണ് മുനുവിനെ ആ ഒരു ഇതിൽ അവൻ വെച്ചേക്കുന്നത്. കാരണം മുനുവിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റത്തുള്ളൂ. കൂട്ടത്തിൽ ഡീസന്റ് മുനു എന്നാ പറയുന്നത്. അതായത് മുനുവിനെ അത്രയ്ക്കും കൂടെ പുണ്യാളനാക്കാൻ പറ്റത്തില്ല. പുള്ളിക്കാരൻ ഇതേപോലെ സിഗരറ്റും കഞ്ചാവും അതൊന്നും വലിക്കത്തില്ല, ഓക്കെ സമ്മതിച്ചു. പക്ഷേ ഈ തൊപ്പി ചെയ്യുന്ന ബാക്കിയുള്ള കാര്യങ്ങൾക്ക് ഇവരിന് പങ്കില്ലെന്ന് മാത്രം പറയരുത്. അതായത് ഇവരൊക്കെ അറിഞ്ഞുകൊണ്ടാണ് ഈ പരിപാടിയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അതും ഭയങ്കരമായിട്ട് അങ്ങോട്ട് പുണ്യാളനാക്കാൻ പറ്റില്ല. പുള്ളിക്കാരൻ ഇതേപോലത്തെ കാര്യങ്ങളും ചിലപ്പോൾ ഇൻവോൾവ്മെൻ്റ് ഒന്നും ഉണ്ടാവത്തില്ല, അതൊക്കെ സമ്മതിച്ചു. പക്ഷേ തൊപ്പി ചെയ്യുന്ന കാര്യങ്ങൾക്കൊക്കെ ഇവനും അറിവുണ്ടാവും. പിന്നെ എനിക്ക് വേറൊരു സംശയമുണ്ട്. അതായത് ഈ ഓപ്പറേഷൻ തൂഫാൻ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അതെന്ത് തൂക്കിയിട്ടുകൊണ്ട് നടക്കാനാണെന്ന് എനിക്കറിയാൻ പാടില്ല. അതായത് തൊപ്പിയുടെ ലൈവിൽ ഈ ഷമീർ എന്ന് പറഞ്ഞ പുള്ളിക്കാരൻ ലൈവിൽ, അതായത് തൊപ്പിയുടെ വീട്ടിലും റൂമിലും എന്തൊക്കെയാണ് ആ സാധനങ്ങളൊക്കെ വ്യക്തമായി കാണിച്ചതാണ്.
അതിനെക്കുറിച്ച് വീഡിയോയും ചെയ്തിട്ടുണ്ട്. ഇവർ വ്യക്തമായ തെളിവുകളും കാണിക്കുന്നുണ്ട്. ഇവർ കാറിൽ പോകുന്ന സമയത്തുള്ള വീഡിയോയും കാണിക്കുന്നുണ്ട്. വിത്ത് പ്രൂഫോടെയാണ് എല്ലാം കാണിക്കുന്നത്. അതായത് പോലീസുകാർ കേസ് എടുത്തിട്ടുണ്ട്. അതായത് DGP ഡയറക്റ്റ് ഇൻവോൾവ്മെൻ്റ് ആയിട്ട് തൊപ്പിക്കെതിരെ അന്വേഷണം നടത്തണം എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ഇത് നടത്തിയിട്ടുണ്ട്. പക്ഷേ ഇതിൽ എനിക്കൊരു ചോദിക്കാനുള്ള കാര്യമാണ്, ഇതിൽ ഇപ്പോഴും എന്താ നടക്കുന്നത്? ഇപ്പോൾ തൊപ്പിനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടോ? ഇല്ല. ഷമീറിനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടോ? ഇല്ല. ഷമീർ ചുമ്മാ പേരിന് പറയും, വ്യൂസ് കിട്ടാൻ വേണ്ടി പറയും ഞാൻ ഒളിവിലാണ്. പിന്നെ പോലീസുകാർ ഇവനെ ഒളിവിൽ നിന്നിട്ട് ഇവൻ നിൽക്കുന്ന സ്ഥലം കേരളത്തിൽ എവിടെയാണെങ്കിലും തൂക്കിക്കൊണ്ടുപോകും. ഇവനെ ഒളിവിലാണ്. ഇവനെ പൊക്കാനാണ് പോലീസുകാർക്ക് പൊക്കാനാണെങ്കിൽ പണ്ടേ ഇവനെ പൊക്കാം. അതായത് പണ്ടൊരു കൊച്ചിനെ തട്ടിക്കൊണ്ട് പോയിട്ട് അവർ കണ്ട പ്ലേ ചെയ്ത വീഡിയോ ഏതൊക്കെ ഭാഗത്തുനിന്നാണ് വന്നതെന്ന് വെച്ച് പൊക്കിയ ടീംസാണ് നമ്മുടെ പോലീസുകാർ, കേരള പോലീസ്. അത്രയും ബ്രില്യൻ്റ് ആയിട്ടുള്ള ഓഫീസേഴ്സ് ഉള്ള സമയത്ത് പിന്നെ ഇവനെ പോലെ ഇത്രയും വലിയ ഭയങ്കര കഷ്ടപ്പാടാണല്ലോ പൊക്കാനായിട്ട്. വേറൊരു കാര്യമുണ്ട്, പണ്ട് നമ്മുടെ വയനാടൻ വ്ളോഗർ എന്ന് പറഞ്ഞൊരു യൂട്യൂബർ ഉണ്ടായിരുന്നു. പുള്ളിക്കാൻ ഇതേപോലെ വൈൻ ഉണ്ടാക്കുന്നൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ വൈൻ ഉണ്ടാക്കുന്ന വീഡിയോ ഇട്ടതിന് ശേഷം പുള്ളിക്കാൻ ഏകദേശം ഇപ്പോൾ എക്സൈസ് ഒന്ന് അറസ്റ്റ് ചെയ്യുന്നു, 14 ദിവസം റിമാൻഡ് ചെയ്യുന്നു. അതിനുശേഷം നമ്മുടെ രേണുസുതി ഇതേപോലെ റീൽസൊക്കെ അപ്ലോഡ് ചെയ്യുന്നു. അത് കള്ളിഷാപ്പിൽ വെച്ചൊരു റീൽസ് അപ്ലോഡ് ചെയ്യുമ്പോഴത്തേക്കും രേണുസുതിക്ക് 50,000 രൂപ ഫൈൻ കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ് കുറേ പരാതി വന്നിട്ടുണ്ടായിരുന്നു. അതൊരു സൈഡിൽ. പിന്നെ വേറൊരു പുള്ളിക്കാൻ ഇതേപോലെ മറ്റേ ഷാപ്പിൻ്റെ സൈഡിൽ നിന്ന് വീഡിയോ എടുത്തതെന്ന് പറഞ്ഞാൽ ആ പുള്ളിക്കാൻ 25,000 രൂപ ഫൈന്, മദ്യപാനം പ്രൊമോട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ അതിനൊക്കെ അത് കേരളത്തിൽ ലീഗലായിട്ട് വിൽക്കുന്ന സാധനത്തിനൊക്കെ ഫൈൻ കൊടുക്കുന്നുണ്ട്. പക്ഷേ ഇല്ലീഗലായിട്ടുള്ള കാര്യത്തിനൊന്നും ഫൈനും ഇല്ല, ഒരു കുഴപ്പമില്ല. അതായത് ഈ ഓപ്പറേഷൻ തൂഫാൻ എന്ന് പറഞ്ഞ പേരിൽ ഇപ്പം നമുക്ക് അറിയാലോ, ഓപ്പറേഷൻ തൂഫാൻ്റെ കാര്യം അറിയാലോ, അതിന് യാതൊരു വിലയില്ലാത്ത രീതിയിലാണ് ഇപ്പോൾ ഇവന്മാർ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തെങ്കിലും കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്തെങ്കിലും കമൻറ്റ് ചെയ്ത് ഇതേപോലത്തെ അപ്ഡേറ്റ്സിനായിട്ട് നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.